ഞാനല്ലാതെ പിന്നെ ആരാടാ വരാ? എനിക്കറിയാം നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇനിയും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ശ്രീധര സാർ ഉള്ളതുകൊണ്ടാ. പക്ഷെ ഇനി എനിക്ക് സത്യം കണ്ടുപിടിക്കണം. അതിനെനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം. ജയകൃഷ്ണൻ അല്ല രമയെ കൊന്നെന്ന് നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്താ? രമേശ് മരിച്ചെന്ന് രാത്രി ജയ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. കോടതി എങ്ങനെ വിശ്വസിക്കും? കുട്ടിക്ക് നുണ പറയാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങളെ നിരാശരാക്കാൻ പറഞ്ഞതല്ല, അതിനുള്ള തെളിവുകൾ കൂടി വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ജയകൃഷ്ണന്റെ ഷർട്ടിലും ചെരുപ്പിലും രമയുടെ രക്തം എങ്ങനെ പോയിണ്ടത്? സർ, ഒരാഴ്ച മുൻപ് ഞാൻ അലക്കിയിട്ടിരുന്ന എൻ്റെ ഒരു ഷർട്ട് കാണാതെ പോയിരുന്നു. ആ ഷർട്ടിലാണ് രക്തം പുരണ്ടിരുന്നത്. പിന്നെ എൻ്റെ ചെരുപ്പ് ഞാൻ എപ്പോഴും വീടിന്റെ പുറത്താണ് ഇടാറ്. മറ്റൊരു പ്രധാന തെളിവാണ് രമയുടെ വസ്ത്രത്തിൽ കുടുങ്ങിക്കിടന്ന ജയകൃഷ്ണന്റെ മാല.